പിറ്റേന്ന് വില്യവും ഗിൽബർട്ടും കൂടെ ലൈവ് ഫുട്ബോൾ മാച്ച് കേൾക്കാനായി കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നു. അവിടെ ഒരു പഴയ റേഡിയോയിൽ അവർ ലൈവ് മാച്ച് കേൾക്കുകയായിരുന്നു. കുറച്ച് സമയമായപ്പോഴേക്കും പെട്ടെന്ന് റേഡിയോ നിന്നുപോകുന്നു. കൂട്ടുകാരെല്ലാവരും സഹായിക്കാനായി വില്യത്തിനെ നോക്കുന്നു. ഉടൻ തന്നെ വില്യം ആ റേഡിയോയ്ക്ക് എന്താണ് പറ്റിയതെന്ന് പരിശോധിക്കുന്നു. ഒട്ടും സമയം കളയാതെ വില്യം തന്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. വീട്ടിൽ നിന്ന് താൻ ഉണ്ടാക്കിയൊരു ബാറ്ററി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ആ ബാറ്ററിയിൽ റേഡിയോ കണക്ട് ആക്കിയതും തൽക്ഷണം തന്നെ റേഡിയോ പ്രവർത്തിക്കുന്നു. കൂട്ടുകാരെല്ലാവരും വില്യത്തിന്റെ കഴിവിനെ പ്രശംസിക്കുന്നു. കളി കഴിഞ്ഞ ശേഷം കൂട്ടുകാരുടെ അടുത്ത് നിന്ന് വില്യവും ഗിൽബർട്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ വീടിന് സമീപത്തായി മൈക്കും ആനിയും സല്ലപിക്കുന്നത് അവർ കാണുന്നു. മൈക്കിന്റെ അടുത്ത് നിന്ന് എങ്ങനെയും ആനിയെ അകറ്റണമെന്ന് വില്യം തീരുമാനിക്കുന്നു. പിറ്റേന്ന് വില്യം ഗിൽബർട്ടിനൊപ്പം ജങ്ക്യാർഡിൽ ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ മൈക്കിന് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് വില്യം ആഗ്രഹിക്കുന്നു. മൈക്കിന്റെ സൈക്കിൾ തകർക്കാമെന്നും അങ്ങനെ ചെയ്താൽ മൈക്ക് ആനിയെ കാണുന്നത് നിർത്തുമെന്നും ഗിൽബർട്ട് പറയുന്നു. സൈക്കിൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇരുവരും സൈക്കിളിന്റെ അടുത്തേക്ക് വരുന്നു. സൈക്കിൾ നശിപ്പിക്കാനായി തുടങ്ങിയപ്പോഴാണ് വില്യം സൈക്കിളിന്റെ ഹെഡ്ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. സൈക്കിളിന്റെ പെഡൽ കറക്കുമ്പോൾ ഡൈനാമോ വർക്ക് ചെയ്ത് ഹെഡ്ലൈറ്റ് പ്രകാശിക്കുന്നതായി വില്യം കാണുന്നു. ഇത് കണ്ടതും വില്യം വളരെയധികം കൗതുകത്തോടെ അത് നോക്കി നിൽക്കുന്നു. അതിനാൽ തന്നെ അവർ സൈക്കിൾ നശിപ്പിക്കുന്ന പദ്ധതി അവിടെ ഉപേക്ഷിക്കുന്നു. അന്ന് വൈകുന്നേരം ട്രൈവലും ആഗ്നസും സംസാരിക്കുന്നത് വില്യം കേൾക്കാനിടയാകുന്നു. വില്യത്തിന്റെ സ്കൂളിങ്ങിനെ പറ്റിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. വില്യം ഇവിടുത്തെ കുട്ടികളിലൂടെ അനാവശ്യമായി സമയം ചെലവഴിക്കുകയാണെന്നും അവന് നല്ല കഴിവുള്ള കുട്ടിയാണെന്നും അതിനാൽ തന്നെ അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നും ആഗ്നസ് പറയുന്നു. ട്രൈവലിനും ആഗ്നസിനും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നന്നായി അറിയാമായിരുന്നു. അതിനാൽ തന്നെ അവർ സേവ് ചെയ്തിരിക്കുന്ന പൈസ മുഴുവനായി ചെലവാക്കിയിട്ടാണെങ്കിലും ഇരുവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിളവ് മോശമായതോടെ സ്കൂൾ ഫീസ് കെട്ടാനുള്ള പൈസ പോലും അവർക്ക് സമ്പാദിക്കാനായി സാധിക്കുന്നില്ല. ഇരുവരും അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. മറുവശത്ത് മഴ നന്നായി കനക്കുന്നു. വെള്ളപ്പൊക്കവും കൃഷിനാശവും സംഭവിക്കാമെന്ന് ഏറെക്കുറെ ഉറപ്പായി. അതുപോലെ തന്നെ സംഭവിക്കുന്നു. ചെറിയ വിളവായിരുന്നു അവർക്ക് ലഭിച്ചത്. ഇനി സ്കൂളിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ ഫീസ് അടച്ചേ മതിയാകൂ എന്ന് പ്രിൻസിപ്പൽ കുട്ടികളോട് പറയുന്നു. ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് വില്യത്തിനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ട്രൈവലിന്റെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്നു. ഇനി എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് വിത്തുകൾ ലഭിക്കണം. അത്രയും കഷ്ടപ്പാടിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പിറ്റേന്ന് ട്രൈവൽ വില്യത്തെ കൂട്ടി നഗരത്തിലുള്ള ഒരു സുഹൃത്ത് ഡാനിയലിന്റെ അടുത്തേക്ക് പോകുന്നു. ഗവൺമെന്റിനോട് സംസാരിച്ച് ഗ്രാമത്തെ രക്ഷിക്കണമെന്ന് ട്രൈവൽ ഡാനിയലിനോട് പറയുന്നു. ഡാനിയലിന് ഗവൺമെന്റ് ആയിട്ട് നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നും ഉടൻ തന്നെ വലിയ വരൾച്ച ഉണ്ടാകുമെന്നും അതിനുവേണ്ടി തയ്യാറാകാൻ ഡാനിയൽ ഉപദേശിക്കുന്നു. പിറ്റേന്ന് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ആയ വില്യം സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നു. പ്രിൻസിപ്പലിന്റെ കണ്ണിൽ പെടാതെ വില്യം മൈക്കിന്റെ സയൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞതും വില്യം മൈക്കിനോട് ആ കാര്യം ചോദിക്കുന്നു. എങ്ങനെയാണ് പെഡൽ ചവിട്ടുമ്പോൾ സൈക്കിളിൽ ലൈറ്റ് പ്രകാശിക്കുന്നതെന്നായിരുന്നു വില്യത്തിന്റെ ചോദ്യം. മൈക്ക് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വില്യത്തിന് പറഞ്ഞു കൊടുക്കുന്നു. കൈനറ്റിക് എനർജിയെ അതിലുള്ള ഡൈനാമോ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ്. അങ്ങനെയാണ് ലൈറ്റ് പ്രകാശിക്കുന്നതെന്ന് മൈക്ക് പറയുന്നു. തനിക്ക് എങ്ങനെയാണ് ഒരു ഡൈനാമോ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നായിരുന്നു വില്യത്തിന്റെ അടുത്ത ചോദ്യം.